മനാഫ്, താങ്കൾ എങ്ങനെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് വരുന്നത്? എന്താണ് താങ്കളുടെ താല്പര്യം? ഞാൻ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത് കഴിഞ്ഞ ഒരു 5 മാസം മുന്നെയാണ്. ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ ധർമ്മസ്ഥലയിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്താണ് എൻ്റെ നാടുള്ളത്. ഞാൻ അവിടെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അതല്ലാതെ ഞാൻ എന്തുകൊണ്ട് വരുന്നതെന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയുമില്ല. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു മനുഷ്യസ്നേഹിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി ആളുകൾ എന്നെ ബന്ധപ്പെട്ടത് പ്രകാരം ഞാനത് കേട്ട് മനസ്സിലാക്കി അവരെ പറ്റി പഠിച്ച് അതിൽ നിന്നും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ഉത്തമ ബോധ്യമാണ് എന്നെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഓക്കെ മനാഫ്, ഇത്രയും സ്ഥലങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ JCB ഒക്കെ ഉപയോഗിച്ച് കുഴിച്ചു, 180 അടിയോളം താഴ്ചയിലും കുഴിച്ചു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ട്. അപ്പോൾ നോക്കൂ, ഇതുവരെയായും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. കിട്ടിയത് ഒരു പുരുഷൻ്റെ തലയോട്ടിയും അതുമായി ബന്ധപ്പെട്ട ചില അസ്ഥികഷ്ണങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞതിനെ വിശ്വാസത്തിൽ എടുക്കുക? മാത്രമല്ല, ഇത് വെളിപ്പെടുത്തിയ അയാളുടെ പേര് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഈ വെളിപ്പെടുത്തിയ ആൾ തന്നെ SIT പറഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ പ്രേരണയാലാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ ശ്രീ സുഭാഷ് ബാബു പറഞ്ഞതുപോലെ ഇതൊരു കെട്ടുകഥയാണ് എന്ന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ഞാൻ പറയട്ടെ. എന്നാല് സാറ് കണ്ടോ അവിടെ 150 അടി താഴ്ചയില്? സാറിന് എവിടുന്ന് കിട്ടി ഈ വിവരം? 150 അടി ഒരു JCB കുഴിക്കാൻ കഴിയുന്ന ഒരു 180 അടിയോളം 180 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം ഉണ്ടാവും സാറിന് ഊഹിക്കാവോ? ഞാൻ കണ്ടതല്ല. എന്താ സാർ ആര് പറയണ ഇതൊക്കെ? ഞാൻ പറഞ്ഞ അല്ല, മലയാളത്തിലെ മാധ്യമങ്ങളാണല്ലോ ആവേശത്തോടെ ഇത് ആഘോഷിച്ചത്. അല്ല, ആ മാധ്യമങ്ങൾ സാമാന്യ ബോധം ഉണ്ടാവണല്ലോ. ഓക്കെ, നമുക്കൊരു സാമാന്യ ബോധം ഉണ്ടാവണല്ലോ. ഇപ്പൊ ഞാനായാലും സാറായാലും സാറാ വീടിന്റെ പറമ്പിലൊക്കെ JCB വെച്ചിട്ട് കുഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു JCBന്റെ ഭൂമിന്റെ നീളം എത്ര ഉണ്ടാവും? ഒരു JCB ഇപ്പൊ അവിടെ കുഴിച്ചും കൊടുക്കുന്നത് ഒരു ചെറിയ JCB. ഓക്കെ, സാങ്കേതിക എന്നാ സാർ ഞാൻ പറഞ്ഞുതരാം സാർ. ഒരു JCBക്ക് മാക്സിമം കുഴിക്കാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 അടി കൂടുതൽ സമ്മതിച്ചിരിക്കുന്നു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്ത് കിട്ടി എന്നുള്ളതാണ്. ഈ കുഴിച്ചിട്ട് എന്ത് കിട്ടി? അല്ലല്ല, ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. 180 അടി ആഴ്ചയിൽ കുഴിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് ഞാൻ കോട്ട് ചെയ്തത്. ലോകത്ത് അങ്ങനെ പറയാനേ പാടില്ല. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, JCB ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ അഭിപ്രായമല്ല, മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കോട്ട് ചെയ്തു എന്ന് മാത്രം. ഏത് മാധ്യമ പറയണത്? താങ്കൾ മലയാളത്തിലെ ഒരു ദൃശ്യമാധ്യമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോയല്ലോ. താങ്കളാണ് ഇവരെല്ലാം കൊണ്ടുപോയത്. ഏത് മാധ്യമം പറഞ്ഞാലും, ഏത് മാധ്യമം ആ തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് 180 അടി കുഴിക്കാനുള്ള ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല സാർ. താങ്കൾ അത് വിടൂ. അല്ല, പിടിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകള് പാവപ്പെട്ട സാധാരണ ജനങ്ങളാ. അവര് വിചാരിക്കും 180 അടിയോളം കുഴിച്ചോ എന്ന് വിചാരിക്കും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഇവിടെ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു JCB. ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗം. പക്ഷേ സാർ, ഇനി രണ്ടാമത്തെ കാര്യം, സാറിനോട് ചോദിക്കുന്നത് ചെറുതായി കുറച്ചും കൂടി നല്ലതായിരുന്നു. യുവരാജ് ഗോകുൽ ഒരു സംശയമുണ്ട്. പറഞ്ഞോട്ടെ. ഈ JCB ചെറുതായിക്കൊള്ളട്ടെ, ഈ JCBക്കാണോ കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ പറ്റുക, അതോ മമ്മട്ടിയും പിക്കാസോ ഉപയോഗിച്ചിട്ടാണോ? ചെറിയൊരു JCB ആണെങ്കിലും JCBക്ക് ആയിരിക്കുമല്ലോ കൂടുതൽ ആഴത്തിൽ. JCBക്കല്ല, മമ്മട്ടിയും പിക്കാസോ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കാണ് കുഴിക്കാൻ പറ്റുക അല്ലേ കൂടുതൽ? ഏറ്റവും കൂടുതൽ
അല്ല ഞാൻ ചോദിക്കുന്നത് ഈ JC അല്ല ആരും കാണാണ്ട് ഒളിച്ചൊളിച്ച് ഒരാൾ പോയി ഇരുട്ടത്ത് ഇത്രയും വലിയൊരു ശവശരീരങ്ങളും ഒക്കെ ചുമന്നുകൊണ്ട് പോയിട്ട് മമ്മൂട്ടിയും പിക്കാസും ഉപയോഗിച്ച് എത്ര നേരം കുഴിക്കണം? അല്ല JCB 1 മണിക്കൂർ കുഴിക്കുന്നതും ഒരു വ്യക്തി മമ്മൂട്ടിയും അല്ലല്ല ചോദിക്കുക, എന്റെ ചോദ്യം പൂർത്തിയാക്കാൻ വിടും അങ്ങ്. ഒരു JCB 1 മണിക്കൂർ കുഴിക്കുന്നതും ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു മമ്മൂട്ടിയും പിക്കാസും ഉപയോഗിച്ച് കുഴിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും മനാഫെ? അങ്ങനെയല്ലോ. അങ്ങനെയല്ലേ? അതെന്താ അങ്ങനെ അല്ലാത്ത ഒരു ശുചീകരണ തൊഴിലാളി പോയിട്ട് അല്ല JCBക്ക് 150 അടിയൊന്നും കുഴിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ ഈ 100 കണക്കിന് മൃതദേഹങ്ങൾ ഒരു ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്ക് മമ്മൂട്ടിയും പിക്കാസും ഉപയോഗിച്ച് അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് അങ്ങ് കുറച്ചു നേരത്തെ പറഞ്ഞു സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് പറയണമെന്ന്. അതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായതുകൊണ്ടാണോ അങ്ങ് ഇവിടുന്ന് വണ്ടിയും വിളിച്ച് അവിടെ പോയത്? ഓക്കെ, അത് ഞാൻ പറയാ. ആരാണ് സാറോട് പറഞ്ഞത് അയാൾ ഒറ്റക്കാണ് അതൊക്കെ ചെയ്തത് എന്നുള്ളത്? അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരോടെ പോയി? ശവം പോയതിന്റെ കൂട്ടത്തിൽ പോയോ? അവിടെ ഉണ്ട്. അല്ല ഈ ശവം പോയതിന്റെ കൂട്ടത്തിൽ പോയോ? അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ടോ? എന്നാ പിന്നെ അവരെ കൂടി പുറത്താക്കി കൊണ്ടുവരുമല്ലോ. നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടി കാണാമല്ലോ. ജയിലിൽ പോകുമ്പോ ഒരു കൂട്ടത്തോടെ പോവാലോ. ഇമ്മാതിരി വൃത്തിയാണൊക്കെ പറഞ്ഞു വരുന്നതിന് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, കൂട്ടത്തോടെ പോവാലോ. ഈ വിഷയത്തില് അവിടെ കുഴിച്ചിട്ട ആൾക്കാരെ എത്ര ആളെ വേണം? അതുപോലെ തന്നെ അപ്പൊ അതിന്റെ സപ്ലൈ ഉണ്ടോ? ബംഗാളികളാണോ അതോ? ഉണ്ടെന്ന് വിചാരിച്ചോളി. അത് മനസ്സിലായി, അതിന്റെ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ എങ്ങനെ വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ ചാനലുകാർ വരുമ്പോ അവർക്ക് വാടകയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ? അല്ല, മാസത്തിനാ കൂലി. ആയിരിക്കും, അത് തോന്നി. മാസത്തിനാ കൂലി. നന്നായി. ചോദ്യത്തിലേക്ക് വരൂ. മനാഫിന്റെ താല്പര്യം എന്താണ്? മനാഫിന്റെ താല്പര്യം എടോ മനാഫെ, ആള് വേറെയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കൂടുതൽ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. തന്നെ പോലത്തെ കുറച്ച് നന്മമരങ്ങള് ഉയർന്നു വന്നിട്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പണികളുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേ കൂട്ടത്തോടെ ജയിലിൽ പോകുമ്പോ ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോ പോണെഴുതി തൂക്കിയിട്ട് അങ്ങ് പോയാൽ മതി. ഇത് ആള് വേറെയാന്ന്, അല്ലെങ്കിൽ തലയിൽ ഒരു തുണി ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ വേറെ ആളാന്ന് പറഞ്ഞ് തലയിൽ ഒരു തുണി ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ. വെളിവില്ലാത്ത കുറെ ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വരുമ്പോ നിങ്ങളെയൊക്കെ ആരെയാ ഫണ്ട് ചെയ്ത് നടക്കുന്നെന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ ആരാ ഫണ്ട് ചെയ്ത് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നാട്ടുകാർക്കൊക്കെ നല്ല ധാരണ കിട്ടുന്നുണ്ട് കേട്ടോ. കൂടുതൽ വലിയ നന്മമരൊന്നും ചമയണ്ട. അയ്യോ, നാട്ടിലൊരു പ്രശ്നം നടന്നു എന്ന് അറിഞ്ഞപ്പോ ഞാനിവിടുന്ന് വണ്ടിയും വിളിച്ച് അവിടെ പോയിട്ട് ഞാനും 3-4 ബാക്കിയുള്ളവരും കൂടി ചേർന്നുകൊണ്ട് വലിയ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇറങ്ങി. എന്നിട്ട് എന്താ കണ്ടുപിടിച്ചേ? എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോ പൊട്ടത്തരം വിളിച്ചു പറയാ. JCBക്ക് കുഴിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഒരു വ്യക്തി മമ്മൂട്ടിയും പിക്കാസും ഉപയോഗിച്ച് കുഴിച്ചു എന്നൊക്കെ പറയുന്ന പൊട്ടത്തരം വിളിച്ചു പറയാ. ശരി, നിങ്ങൾ പോയി, ശരി, സമ്മതിച്ചു. എന്നിട്ട് എന്താ കിട്ടിയെന്നോട് പറയുന്നേ? അവർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടതും താങ്കളെ പോലത്തെ ആളുകളാ. താങ്കളെ പോലത്തെ ആളുകൾക്ക് നീതിയാണെങ്കിലല്ലേ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കാശണ്ണി വാങ്ങിച്ചിട്ട് സാധാരണ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളായിട്ട് ഇറങ്ങുന്നത് ആരെ സഹായിക്കാനാ, ഏത് ലോബിയെ സഹായിക്കാനാന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് മനാഫെ. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മനാഫെ. നിങ്ങൾ ഏത് ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ വാങ്ങി ഇറക്കിയിരിക്കുന്നതെന്നും ആളെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാസക്കൂലിക്കും ദിവസം കൂലിക്കും ഒക്കെ ആളെ ഇറക്കുന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട്. നിങ്ങളോട് ആദ്യത്തെ ചോദ്യം വന്നപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞതിനകത്ത് എന്നെ കുഴഞ്ഞു എന്ന്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ പോട്ടെ ഒരു 4-5 വ്യക്തികൾ ചേർന്ന് കുഴിച്ചിട്ടതിനേക്കാളും കൂടുതൽ, അതും എങ്ങനെ പരസ്യമായിട്ടല്ല, ഒളിച്ച് പാത്ത് പതുങ്ങി ആരും കാണാതെ രാത്രിയുടെ മറവില് വന്നിട്ട് അവിടെ കുഴിച്ചിട്ടത്. ഇത്രയും പകൽ വെളിച്ചത്തിൽ JCB ഉൾപ്പെടെ ഇത്രയും സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് 3-4 എല്ലും കഷ്ണം, അത് ഒരു പുരുഷന്റെ പോട്ടെ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളവിടെ നിൽക്കുക. നിങ്ങളുടെ ഈ പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി ഒരു തലയോട്ടി എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്ത്രീയെ കുഴിച്ചിട്ടു, നഗ്നയായ സ്ത്രീയെ കുഴിച്ചിട്ടു. എന്നിട്ട് അവിടെ ചെന്നപ്പോ ഈ തലയോട്ടി പുരുഷന്റേതായിട്ട് മാറി. ഇതും കേട്ടിട്ടാണോ നിങ്ങൾ പോയത്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതും കേട്ടിട്ടാണോ നിങ്ങൾ പോയത്? അവർക്ക് നീതി വാങ്ങി കൊടുക്കുന്ന ആളാണ്.